രാവിലെ തുടങ്ങിയോ? രാവിലെയോ? 11 മണിയായില്ല. ഉണ്ണിക്കുട്ടാ, മോൻ അങ്ങാട്ടല്ല ഗീതേച്ചിന്റെ അടുത്ത് പോയിട്ട് 2 തക്കാളി വാങ്ങിക്കൊണ്ട്. എനിക്ക് പറ്റൂല അമ്മ. ഇവിടെ പറഞ്ഞു നമുക്ക് വൈകുന്നേരം വാങ്ങിയിട്ട് കൊടുക്കാലോ. നല്ല മോനല്ലേ. വണ്ടി മോനെ തക്കാളി കിട്ടിയില്ലേ? ഞാൻ വാങ്ങിയില്ല. കുറച്ച് ഏട്ടന്മാർ കൊണ്ടുവരുന്നുണ്ട്. എന്താ എങ്ങനെയാ പോകുന്നു? ഇവിടെ ഉണ്ട്. നമ്മളെ ക്ലബിന്റെ വക കേട്ടോ. പറഞ്ഞാൽ മതി. ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഇനി മദ്യം വീട്ടിലെത്തും. സർക്കാർ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് മദ്യത്തിന് പെർമിറ്റ് ലഭിക്കുന്നവരുടെ വീട്ടിൽ ബീവറേജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ മദ്യം എത്തിച്ചു നൽകും. 3 ഘട്ടങ്ങളിലായുള്ള നടപടിക്രമങ്ങളുടെ മാർഗനിർദ്ദേശം പുറത്തിറക്കി. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഏറെ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. എന്താ ഈ അമിത മദ്യാസക്തി ഉള്ളവർക്ക് വീടുകളിൽ മദ്യമെത്തിച്ച് നൽകാനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച ഒരു മാർഗനിർദ്ദേശം ഏകദേശ ധാരണയായിട്ടുണ്ട്. നാളെയോടുകൂടി ഇത് പുറത്തിറങ്ങും എന്നാണ് നമുക്ക്. 3 ഘട്ടങ്ങളിലായാണ് ഓട്ടോറിക്ഷയ്ക്ക് പൈസ ഒന്നും കൊടുക്കാല്ലാത്തല്ലേ ഡോക്ടറോട് പറഞ്ഞു മരുന്ന് വാങ്ങിയാൽ മതി. സർക്കാർ ഡോക്ടറുടെ ഉരുപ്പടിയിൽ ഒപ്പം സീലോട് കൂടിയുള്ള മരുന്ന് ഉരുപ്പടി വേണം. ഇത് എക്സൈസിന്റെ റേഞ്ച് ഓഫീസിലോ സർക്കിൾ ഓഫീസിലോ എത്തിക്കുക. അവിടെ വെച്ചാണ് ഇയാൾക്ക് ഈ മദ്യം നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അവർ ഒരു തീരുമാനമെടുക്കും. അത് സർക്കാർ അംഗീകരിച്ച
ഐസൊന്നും ഇല്ല മോനെ, ഐസ് കിട്ടാനില്ല. പുതിയ മീനോട് ഐസൊന്നും വേണ്ട. അമ്മയോട് മീൻ വേണോ നോക്കി. തൂങ്ങനോട് വണ്ടി പറഞ്ഞു. നല്ല സുഖമല്ലേ സ്കൂളിൽ പോകാണ്ട് വെറും കളിച്ച് നടക്കുക അല്ലേ. വേഗം വരി ഇന്ന് എടുക്കണ്ടേ. അതിലേ മത്തി മത്തി തന്നെ. രാമേട്ടനെ കണ്ടിക്കല്ലോ പിന്നെ ചേച്ചി നമ്മളെ ഹെൽത്ത് സെന്ററിന്റെ അടുത്ത്. എനിക്ക് കാലിന് വേദനയായിട്ട് ഗുളിക വാങ്ങാൻ പോയതാ. എന്തേനോ കാല് ഉളുക്കിപ്പോയി. ഓരോ കാലക്കേട് വല്ലാത്ത സമയത്തായി പോയല്ലോ അല്ലേ. നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഡോക്ടേഴ്സ് ഇത് അംഗീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് മറ്റു അസുഖം എന്തെങ്കിലും ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഈ സമയത്തൊക്കെ തന്നെ മദ്യപിക്കാണ്ട് നിൽക്കുന്ന ഒരു സമയമല്ലേ. ഇത് തുറന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്, മദ്യപിക്കാനുള്ള ടെൻഡൻസി ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാനൊരു മരുന്ന് തരാം. പേരെന്തായിരുന്നു പറഞ്ഞത്? രാമൻ 61. അപ്പൊ ശരി, ആയിക്കോട്ടെ. രാമേട്ടാ മക്കളെ ചായ കുടിക്കാലോ. അച്ഛാ, എന്റെ ബാഗിന്റെ കാര്യം മറന്നോ പറയേ. അച്ഛാ, എന്റെ ചെരുപ്പ്. വാ മക്കളെ, അച്ഛനിപ്പം വരും. വാ. ഇങ്ങ് പോര് സമയമില്ലാന്ന് വേമ്പാ. ഇന്ന് വേണ്ട, ഇന്നലെ ടൗണിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മദ്യം ഓൺലൈൻ ബുക്കിങ്ങിനുള്ള ബർക്യൂ ആപ്പ് തകരാറിൽ. പുതുതായി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാവുന്നില്ല. ബുക്കിംഗും തടസ്സപ്പെടുന്നു. 3 ലക്ഷം പേരാണ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തത്. ബുക്കിംഗ് സമയം 9 മണി വരെ ദീർഘിപ്പിച്ചിരുന്നു. അതേസമയം ഔട്ട്ലെറ്റ് ആപ്പ് ലഭിച്ചില്ലെന്ന് ബാർ ഉടമകൾ. ആപ്പ് ഡൗൺലോഡ് ചെയ്തവർക്ക് OTP നമ്പരും കിട്ടുന്നില്ല. 2 മാസത്തിന് ശേഷം മദ്യവിൽപ്പന പുനരാരംഭിക്കുമ്പോൾ എന്തെല്ലാമാണ് സാഹചര്യങ്ങളെന്ന് നോക്കാം. തിരുവനന്തപുരം പഴവങ്ങാടിലെ ബവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്ന് NK ഗിരീഷ്, കൊച്ചിയിൽ നിന്ന് M ദിനു പ്രകാശ്, തൃശൂരിലെ ബവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്ന്
നിഖിൽ ഡേവിസ് എന്നിവരാണ് ഇപ്പോൾ ചേരുന്നത്. അതിൽ ഗിരീഷിലേക്ക്. ഗിരീഷ്, മദ്യസ്നേഹികൾ സാറൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. എവിടുന്ന് കിട്ടാനാടോ? നിങ്ങളുടെ അറിയില്ലേ തുറന്നു വന്നു. അതിന് ഇന്റെ അടുത്ത് വേണ്ടേ ആപ്പും കോപ്പൊക്കെ? ആപ്പും കോപ്പൊക്കെ ഉള്ള മൊബൈൽ എന്റെ അടുത്തുണ്ട്. പൈസ ഉണ്ടോ നിങ്ങളടുത്ത്? ഓ വൈകിട്ട് എടുത്തിട്ട് വരി. മദ്യലഹരിയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 കൊലപാതകങ്ങൾ. മദ്യവിൽപ്പന ആരംഭിച്ചതിന് പിന്നാലെയാണ് 3 കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യുവാവ് മദ്യലഹരിയിൽ സുഹൃത്തിനെ അടിച്ചുകൊന്നു. കോട്ടയത്ത് മകൻ അമ്മയുടെ കഴുത്തറുത്തു കൊന്നപ്പോൾ തിരുവനന്തപുരത്ത് സുഹൃത്തിന് തലയ്ക്കടിച്ചും കൊന്നു. ഇന്നലെ മലപ്പുറത്ത് അച്ഛനെ മകൻ തള്ളിയിട്ട് കൊന്നിരുന്നു. രേഷ്മ, ഇന്ന് രാവിലെയാണ് കോട്ടയത്തെ സംഭവമുണ്ടായത്. കോട്ടയത്ത് ഇന്നലെ